ദേശീയപാതയിൽ വിള്ളലുണ്ടായ സംഭവത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ വ്യാജപ്രചരണം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ ദുരന്ത നിവാരണ അതോറിറ്റി നടപടിയെടുത്തില്ലെന്നാണ് ചില മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അതേസമയം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയപാത അതോറിറ്റിക്ക് അയച്ച കത്ത് ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച സംസ്ഥാന സർക്കാരിന് മേൽ കെട്ടിവെക്കാനുള്ള ചില കേന്ദ്രങ്ങളുടെ ശ്രമമാണ് ഇതോടെ പൊളിഞ്ഞു വീഴുന്നത്. ദേശീയപാതകളിലെ വിള്ളലിന്റെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തിട്ടും വിഷയം സംസ്ഥാന സർക്കാരിനെതിരായി തിരിക്കാൻ കഴിയുമോ എന്നതാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള കുടില ബുദ്ധി. ഇതിന്റെ ഭാഗമായാണ് പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ ഇപ്പോൾ പടച്ചുവിടുന്നത്. തെറ്റായ വാർത്തകൾ നൽകി ചില മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിന് മുൻപ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠനം നടത്തിയിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയെങ്കിലും ഇതിൽ നടപടിയെടുത്തിട്ടില്ലെന്നാണ് വ്യാജ പ്രചാരണം. എന്നാൽ ഈ വ്യാജ വാർത്തകൾ പൊളിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠനം നടത്തിയത്. ഈ റിപ്പോർട്ടും നടപടി ശുപാർശയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറിയിട്ടുമുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2024 ഒക്ടോബർ 26 ഡിസംബർ 6 ഇടയിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർക്ക് അയച്ച കത്തുകളാണ് ഇപ്പോൾ ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത് തെളിവുകളായി. ഇതിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനം സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. കേന്ദ്ര ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിലെ ശുപാർശ നടപ്പിൽ വരുത്തുവാൻ കേന്ദ്ര ഏജൻസിയായ NHAIക്കാണ് ബാധ്യതയുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ചുമതലയ്ക്ക് പുറത്തുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കേണ്ടതും ദുരന്ത ലഘൂകരണ സാധ്യതകൾ ഉൾപ്പെടുത്തേണ്ടതും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 സെക്ഷൻ 35(2)C, സെക്ഷൻ 36(B) എന്നിവ പ്രകാരം കേന്ദ്ര സർക്കാരിനും അതാത് കേന്ദ്ര വകുപ്പുകളുടെയും ചുമതലയാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ സർക്കാരിനെതിരെ നിലവിൽ പടച്ചുവിടുന്നത്. ഈ വ്യാജ ആരോപണങ്ങൾ പടച്ചുവിടുന്നതിൽ മുൻപിൽ UDF-ഉം കോൺഗ്രസുമാണ്. ദേശീയപാത അതോറിറ്റി വീഴ്ച ഏറ്റെടുത്തിട്ടും സതീശനും കൂട്ടരും വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്തായാലും ഒരടി പോലും പിന്നോട്ടില്ല. അടുത്ത റീൽസും ഉണ്ടാകുമെന്ന് മറുപടി നൽകിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിനായി ഏറ്റവും കൂടുതൽ സംസ്ഥാന വിഹിതത്തിന് കേരളമാണ് അർഹത നേടിയത്. UDF സർക്കാരിന്റെ കാലത്ത് റോഡ് ഏതാണ്, കുളം ഏതാണ് എന്ന് നിന്നെടുത്തുനിന്നാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലേക്ക് ദേശീയപാതകൾ എത്തിച്ചേർന്നിരിക്കുന്നതും LDF സർക്കാരിന് മാത്രം പൊൻതൂവലായി കരുതേണ്ടിയിരിക്കുന്നു.